ഗുഡ് മോർണിംഗ്. ഇന്നൊരു വെള്ളിയാഴ്ച ആയിട്ട് രാവിലെ ജോലിക്ക് പോകുന്നതാണേ. പുറത്തെ വെട്ടം കണ്ടോ? മണി ഇപ്പം 7:05. സൂര്യൻ 7:15 ഉദിക്കത്തുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോറ് പൂട്ടി. എനിക്കിന്ന് കുറച്ച് ദൂരെയാണ് ജോലി. ബർഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നേരം കുറച്ച് വെളുത്ത് വരുന്നുണ്ട്. കുറച്ച് വെട്ടം വിളിച്ചൊക്കെ ആയത്. സമയം ഇപ്പം 7:25. ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ കാറിലാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ജോലിക്ക് പോകാറ്. ഇതാണ് എൻ്റെ ക്ലിനിക്ക്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് റെഡിങ്ങിലോട്ട് പോകും. റെഡിങ്ങിൽ ഫ്രണ്ട്സ് അവിടെ വരുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാമെന്ന പ്ലാനിലാണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ശ്രീലങ്കക്കാരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ് കൊത്തു പൊറോട്ട. അപ്പം ഒരു കൊത്തു പൊറോട്ട ശ്രീലങ്കൻ സ്റ്റൈല് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം വൈകുന്നേരം കൊത്തു പൊറോട്ട. അങ്ങനെ ഇവിടെ ഇറങ്ങി, സിറ്റി സെൻറ്ററിൽ ഇറങ്ങി. നമ്മുടെ ഫ്രണ്ട് നരേന്ദ്ര എന്നെ കാത്തു നിൽപ്പുണ്ട്. ഹായ് നരേന്ദർ. ഹായ്. അപ്പോൾ നമ്മൾ ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിൽ കൊത്തു പൊറോട്ട കഴിക്കാൻ പോകും. നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. കോക്കനട്ട് ട്രീ നമുക്ക് കയറി നോക്കാം. താങ്ക് യു. താങ്ക് യു. ആംബിയൻസ് ഒക്കെ കൊള്ളാം. Narinder, what's your plan for dinner? One famous item, that's it, kuttu parota. Yeah, kuttu parota. We'll see some other drinks. Definitely some drinks. Okay, some cocktail. Yeah, I'll try. Okay. So നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുന്ന കൊത്താണ്, കൊത്തു പൊറോട്ട. ചിക്കൻ കൊത്തു പൊറോട്ട 12 പോണ്ട്. വെജുണ്ട്, വെജിറ്റേറിയൻ ഉണ്ട്, വീഗനും ഉണ്ട്, മിക്സഡ് സീ ഫുഡും ഉണ്ട്. ഡ്രിങ്ക്സ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഇത് മോക്ടെയിൽ, പാഷൻ ഫ്രൂട്ട്. നല്ല രീതിയിൽ അവരത് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് റാസ്ബെറി ഫോർ നരേന്ദർ. നമ്മുടെ ചിക്കൻ കൊത്തു പൊറോട്ട വന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും ക്വാണ്ടിറ്റി കുറവാണ്. നമുക്ക് ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാം. വി ക്യാൻ ഓർഡർ വൺ മോർ. Can you get one more chicken kuttu? One more. ടേസ്റ്റ് കൊള്ളാം. ഗുഡ് ടേസ്റ്റ്. ഗുഡ്.
കൊത്തു പൊറോട്ടയ്ക്ക് പുറമെ ഞങ്ങൾ ഓർഡർ ചെയ്ത അടുത്തൊരു ഐറ്റമാണ് ഡെവിൾഡ് പ്രോൺസ്. സംഭവം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്ന കരുതി. എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രോൺസ്, ഞണ്ട്, കണവ ഈ 3 ഐറ്റവുമാണ് ഞാൻ കഴിക്കുന്നത്. വേറെ മീനൊന്നും ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് പ്രോൺസിൻ്റെ നല്ലൊരു ഐറ്റം കണ്ടാൽ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. എനിക്കെന്തായാലും ഈ ഫോർക്കും കത്തിയിടുന്നത് കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് കൈകൊണ്ട് തന്നെ എടുത്ത് കഴിച്ചു. സംഭവം നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും ഒരു ഓത്തൻറ്റിക് ശ്രീലങ്കൻ ഡിഷ് എന്നൊന്നും പറയാനില്ലെങ്കിലും സംഭവം കൊള്ളാം. ഞങ്ങൾ അതിനുശേഷം ഒരു കൊത്തു പൊറോട്ട കൊണ്ട് ഓർഡർ ചെയ്തു. സംഭവം നല്ല ടേസ്റ്റാണ്, കിടിലമാണ്, നല്ല ഓതൻറ്റിക് ടേസ്റ്റൊക്കെ ഉണ്ട്. എന്നാലും ക്വാണ്ടിറ്റിയിൽ അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി. കൊത്തു പൊറോട്ട ഒരു ശ്രീലങ്കൻ ഡിഷാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളതെല്ലാം ആസ്വദിച്ച് കൊത്തു പൊറോട്ട കഴിച്ചു. What is it? Waiting for the card reader. Bye, thank you. Good night. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി. നീ ഇങ്ങോട്ട് This way, there is town center. ടൗൺ സെൻറ്റർ. ഓക്കെ. അടുത്ത് ഞങ്ങൾ പോയത് ശ്രീകൃഷ്ണ വടാപാവിലാണ്. ഹായ് രാജ്. Hello. में अच्छा फोटो आता है। अच्छा वीडियो आता है. वीडियो तो नहीं चाहिए। So how's the vada pav? Yeah, vada pav is good. This is best in Reading. Reading. I think in UK also, yeah. Why best? There is only one. जैसे UK में बहुत जगह ट्राई कर लिए। Yeah, I have tried in London also, but I think this is the best. बोला ऐसे कुछ करो। I mean, you can ask about his London Reading. UK best हो गया। Oh my god. Oh, we are recording this. ഞാൻ ഓർഡർ ചെയ്തൊരു സേവ് പൂരിയാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇത് രാജ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും രാജിന് പരാതിയാണ്, എൻ്റെ വീഡിയോയിലൊക്കെ നരേന്ദ്ര മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഉൾപ്പെടുത്താറില്ല എന്ന്. അതുകൊണ്ട് ഇന്ന് കുറച്ചു നേരം ക്യാമറ രാജിന് നേരെ വയ്ക്കാമെന്ന് ഞാൻ കരുതി. ഈ ശ്രീകൃഷ്ണ വടാപ്പാവ് എന്ന് പറയുന്നത് ബോംബെയിലൊക്കെയുള്ള വളരെ ഫേമസ് ആയ ഒരു ബ്രാൻഡാണ്. നോർത്ത് ഇന്ത്യൻസ് ഒരുപാടുള്ള റെഡിങ്ങിൽ അവർക്ക് അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. ഞാൻ തന്നെ ഇവിടെ 2ാം തവണയാണ് വരുന്നത്. ഇവിടുത്തെ ആംബിയൻസ് വളരെ രസമാണ്. അവരുടെ ഈ ബ്രാൻഡിൻ്റെ ജേണിയും പിന്നെ ബോളിവുഡ് സിനിമകളുടെ പോസ്റ്ററും പാട്ടൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ്. After vada pav, we are going to Wetherspoon to have some pint of ale. Ale. Okay. വെതർസ്പൂണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും പണ്ടൊരിക്കൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബാർ റെസ്റ്റോറൻറ്റ് ശൃംഖലയാണ്. ടിം മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ 1979 ഇംഗ്ലണ്ടിലെ വാക്ഫോർഡ് എന്ന സ്ഥലത്താണ് ഇത് ആരംഭിച്ചത്. ബാക്കി പബ്ബുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ബിയേഴ്സും ബാക്കി ഡ്രിങ്ക്സൊക്കെ വില കുറച്ച് കിട്ടുന്ന ഒരു പബ്ബാണ് ഇംഗ്ലണ്ടിലെ ഈ വെതർസ്പൂൺ. ബ്രിട്ടീഷ് പബ് സംസ്കാരത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ JD വെതർസ്പൂൺ എന്ന് പറയുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ടോമീസ് മാർഗരിറ്റയാണ്. പണ്ട് വെതർസ്പൂണിൽ വർക്ക് ചെയ്യുമ്പോൾ പലതവണ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1990കളിൽ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ടോമീസ് മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിൽ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ജൂലിയ ബെർമോജോ എന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത് ആദ്യത്തെ. ഇതിൽ കുറച്ച് ടക്കീല,
ഫ്രഷ് ലൈം ജ്യൂസ്, അഗോവ സിറപ്പ് അതൊക്കെ ചേർത്തിട്ടാണ് ഈ ടോമീസ് മാഗറിറ്റ ഉണ്ടാക്കുന്നത്. ഫ്രണ്ട്സൊക്കെ ബിയറും പിന്നെ സൈഡറൊക്കെയാണ് ട്രൈ ചെയ്തത്. ഞാൻ അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിൽ ഒരു ടോമീസ് മാഗറിറ്റ എങ്ങനെയാണത് ഉച്ചരിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ടോമീസ് മാഗറിറ്റ ട്രൈ ചെയ്തു. സംഭവം കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതിനിടയ്ക്ക് ബാലാജിയും ഋഷഭും നമ്മുടെ ഗോപ്രോ ഒന്ന് നോക്കി. കുറേ കഴിഞ്ഞിട്ട് ഞാനൊരു പാഷൻ ഫ്രൂട്ട് റിഫ്രഷർ വാങ്ങിച്ചു. ഇതൊരു കോക്ടെയിലല്ല, ഇതൊരു സാധാരണ മോക്ടെയിലാണ്, നോൺ ആൽക്കഹോളിക് ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ്. പണ്ട് വെറസ്പൂണിൽ വർക്ക് ചെയ്യുമ്പം ബ്രേക്ക് ടൈമിൽ സ്റ്റാഫ് ഡ്രിങ്കായിട്ട് ഞാനിത് ഓർഡർ ചെയ്ത് കുടിക്കുമായിരുന്നു. അങ്ങനെ വെതർസ്പൂണിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. It was good. The Sri Lankan restaurant little disappointed on the quantity. Taste was good, but otherwise the other two restaurants were really good. So spent some really good time with friends. So there. we started enjoying the weekend. अयो कुछ नहीं किटूला लाइट नहीं है. अभी मेरी हिंदी कैसी हो साथी? ചുമ്മാ ഒന്ന് ഹിന്ദിയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 10-20 മിനിറ്റ് നടന്ന് വീടെത്താറായി. അങ്ങനെ ഇന്നത്തെ പരിപാടികൾക്കൊക്കെ ശേഷം വീടെത്തി. ഇത്രയും നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഗോപ്രോയിലായിരുന്നേ. ഗോപ്രോയ്ക്ക് ഇപ്പോൾ ബാറ്ററി ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബാറ്ററി തീർന്ന് ഓഫായി പോയി. പിന്നെ ഞാൻ വീണ്ടും മൊബൈലിലോട്ട് സ്വിച്ച് ചെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വെള്ളിയാഴ്ചത്തെ വിശേഷം. എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെയല്ല, മാസത്തിൽ വല്ലപ്പോഴും ഒരു ദിവസം പോയിട്ട് പുറത്തൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് കറങ്ങും, അത്രേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നതും പബ്ബിൽ പോകുന്നതും കണ്ടിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെയാണ് അടിച്ചുപൊളിയാണ് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, വല്ലപ്പോഴും ഇരിക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകുന്നു. അപ്പം നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.